നമസ്കാരം. 24 വാർത്താ പ്രഭാതത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് 2026 ഫെബ്രുവരി 1 ഞായറാഴ്ചയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം, നല്ല ആഴ്ച ആശംസിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. 2026-27 കേന്ദ്ര ബജറ്റ് ഇന്ന്. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ രാവിലെ 11 മണിക്ക് ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തുടർച്ചയായി അവതരിപ്പിക്കുന്ന 9ാമത്തെ ബജറ്റാണിത്. കേന്ദ്ര ബജറ്റിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ആഭ്യന്തര ഉൽപാദനത്തിനും പ്രാധാന്യം ഉണ്ടാകും. പ്രതിരോധം, കൃഷി, AI ഉൾപ്പെടെ സാങ്കേതിക മേഖലയ്ക്കും ബജറ്റിൽ മുൻഗണനയുണ്ടാകും. ആദായ നികുതി ഘടനയിൽ കാര്യമായ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് സൂചന. കേരളം ബജറ്റിൽ പരിഗണനയ്ക്കായി നൽകിയത് 29 ആവശ്യങ്ങൾ. 21,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജും ആവശ്യപ്പെട്ടു. ആദായ നികുതി റെയ്ഡിനിടെ ബംഗളൂരുവിൽ ജീവനൊടുക്കിയ കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് CJ സംസ്കാരം ഇന്ന്. ചടങ്ങുകൾ വൈകിട്ട് ബെന്നാർഘട്ടയിലെ റിസോർട്ടിൽ. രാവിലെ 10 മുതൽ റിസോർട്ടിൽ പൊതുദർശനം. LDFന്റെ വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഇന്ന് കാസർഗോട്ട് തുടക്കം. കുമ്പളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ജാഥ ക്യാപ്റ്റൻ. തെക്കൻ ഗസയിലെ റഫ ഇടനാഴി ഇന്ന് തുറക്കും. നിയന്ത്രണങ്ങളോടെ ഇടനാഴി തുറക്കുന്നത് 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം. നിരീക്ഷണങ്ങളോടെ ഇരുവശത്തേക്കുമുള്ള ഗതാഗതം ഉറപ്പാക്കുമെന്ന് ഇസ്രയേൽ. നടപടി ഗസ വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥ പ്രകാരം. കോഴിക്കോട് കരിപ്പൂരിലേക്ക് സൗദി എയർലൈൻസ് വീണ്ടും പറന്നിറങ്ങും. സർവീസ് നിർത്തിവെച്ചത് 2020 വിമാനാപകടത്തിന് പിന്നാലെ. ആദ്യഘട്ട സർവീസ് റിയാദ് കോഴിക്കോട് സെക്ടറിൽ. തമിഴ്നാട്ടിൽ DMKയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് തുടക്കം. പ്രചാരണം തമിഴ്നാട് തലേക്കുനിയാതെന്ന മുദ്രാവാക്യമുയർത്തി 20 താരപ്രചാരകർ ഉൾപ്പെടെ മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും പ്രചാരണത്തിന്. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പിന്റെ 2ാം ഘട്ടം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. മെഡിസെപ്പ് കാർഡിൽ പേരില്ലെങ്കിലും പേരിലോ മറ്റ് വിവരങ്ങളിലോ തെറ്റുണ്ടെങ്കിലും മെഡിസെപ്പ് പരിരക്ഷ ലഭിക്കുന്നതല്ല. കൈത്തറി മേഖലയെ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ്. ചേന്നമംഗലത്ത് കൈത്തറി ഗ്രാമം പദ്ധതിയുടെ പൂർത്തീകരിച്ച ആദ്യ 2 ഘട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് വഴി പണം നൽകാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയ പ്രതി അറസ്റ്റിൽ. ആലപ്പുഴ അരൂർ സ്വദേശി സൂരജ് കൃഷ്ണയാണ് പിടിയിലായത്. ഹൈദരാബാദ് സ്വദേശിയിൽ നിന്ന് 37 ലക്ഷം കവർന്ന കേസിലാണ് അറസ്റ്റ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വീണ്ടും മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി. ആശുപത്രി ബ്ലോക്കിന്റെ ശുചിമുറിക്ക് സമീപത്ത് നിന്നാണ് മദ്യവും പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെത്തിയത്. സഞ്ചിയിലാക്കി പുറത്തുനിന്ന് എറിഞ്ഞു കൊടുത്തതാണെന്ന് സംശയിക്കുന്നു. പാലക്കാട് ഒറ്റപ്പാലം ലക്കിടി മിത്രാനന്തപുരത്ത് നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു. കാർ ഓടിച്ചിരുന്ന മിത്രാനന്തപുരം സ്വദേശി രുക്മിണി പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഒരാഴ്ച മുമ്പ് വാങ്ങിയ പുതിയ കാറാണ് അപകടത്തിൽപ്പെട്ടത്. തിരുവനന്തപുരം ഈരാറ്റിൻപുറത്ത് നദിയിൽ കുളിക്കാനിറങ്ങിയ +2 വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. കാട്ടാക്കട തൂങ്ങാപ്പാറ സ്വദേശിയായ അഭിനവാണ് മരിച്ചത്. തിരുവനന്തപുരത്ത് ഓട്ടിസം ബാധിതനായ 10 വയസ്സുകാരനെ പീഡിപ്പിച്ച കേസിൽ അധ്യാപകന് 161 വർഷം കഠിന തടവും 87,000 രൂപ പിഴയും ശിക്ഷ. പൗടിക്കോണം സ്വദേശി സന്തോഷ് കുമാറിനെയാണ് ശിക്ഷിച്ചത്. കൊച്ചി ജെയിൻ സർവകലാശാല സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൽ പതിറ്റാണ്ടുകൾ പിന്നിട്ട മാധ്യമാനുഭവങ്ങൾ പങ്കിട്ട 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായരും മനോരമ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസും മാസ്റ്റേഴ്സ് ഓഫ് ദി മൈക്ക് എന്ന സംവാദ പരിപാടിയിലാണ് ഇരുവരും വാർത്താലോകത്തെ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിച്ചത്. രാജ്യത്ത് ഇന്ന് സത്യം വിളിച്ചു പറഞ്ഞാൽ രാജ്യദ്രോഹിയാകുമെന്ന സ്ഥിതിയാണുള്ളതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ഇത് സംഘപരിവാർ ഡിസൈൻ ചെയ്യുന്ന അജണ്ടയാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ജെയിൻ യൂണിവേഴ്സിറ്റി സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2026 സംഘടിപ്പിച്ച ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു KC വേണുഗോപാൽ.
സിനിമകളിൽ ചിത്രീകരിക്കുന്ന കുറ്റകൃത്യങ്ങൾ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ടെന്ന വാദത്തെ അംഗീകരിക്കുന്നില്ലെന്ന് തിരക്കഥാകൃത്തും നടനുമായ മുരളി ഗോപി. ചരിത്രത്തിലെ ഏറ്റവും ക്രൂരന്മാരായ ഭരണാധികാരികൾ കുട്ടികളുടെ സിനിമകളാണ് ഇഷ്ടപ്പെട്ടിരുന്നതെന്ന് മുരളി ഗോപി പറഞ്ഞു. കൊച്ചി ജെയിൻ സർവകലാശാലയുടെ സമ്മിറ്റ് ഓഫ് ദി ഫ്യൂച്ചറിൽ പങ്കെടുത്ത് ദി അനാട്ടമി ഓഫ് എ സ്ക്രീൻ പ്ലേ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ മലിനജലം ഒഴുക്കിവിട്ട ഹോട്ടലിനും ആശുപത്രിക്കുമെതിരെ നടപടി. ഉസൈനിയ യത്തീംഖാനയ്ക്കെതിരെയും നടപടി സ്വീകരിച്ചു. ഹോട്ടലിനും ആശുപത്രിക്കും 10,000 രൂപയും യത്തീംഖാനയ്ക്ക് 5,000 രൂപയും പിഴ. കോഴിക്കോട് JDT ഇസ്ലാം കോളേജിൽ നടന്ന ത്രിദിന ജെൻസി ടി ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സമാപിച്ചു. സമാപന സമ്മേളനം 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം ഉദ്ഘാടനം ചെയ്തു. മാധ്യമങ്ങളും മനുഷ്യരും എന്ന വിഷയത്തിൽ സംവാദം നടന്നു. സർചാർജ് കുറച്ച് KSEB. ഫെബ്രുവരിയിൽ പ്രതിമാസ ബില്ലുകാരിൽ നിന്ന് ഇന്ധന സർചാർജ് ഈടാക്കില്ല. ദ്വൈമാസ ബില്ലുകാർക്ക് യൂണിറ്റിന് 4 പൈസ ഈടാക്കും. പാലക്കാട് വാളയാർ അട്ടപ്പള്ളത്ത് അതിഥി തൊഴിലാളി രാംനാരായണൻ ഭാഗയിൽ ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ട കേസിൽ 8 പ്രതികൾക്ക് ജാമ്യം. മണ്ണാർക്കാട് SC/ST സ്പെഷ്യൽ കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. കാസർഗോഡ് മുഹിമ്മാത്ത് അഹ്ദൽ ഉറൂസ് സനദ്ദാന സമ്മേളന ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം വൈവിധ്യങ്ങളുടെ ഒത്തുചേരലായി മാറി. അബ്ദുൽ ഖാദർ സഖാഫിയുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സോമശേഖർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മതം എല്ലാവരുടെയും പ്രശ്നമാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. മതം പിന്തിരിപ്പൻ കാര്യമല്ല, വിശപ്പ് ആത്മീയ പ്രശ്നം കൂടിയാണെന്നും KM ഷാജി. കണ്ണൂരിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പിന്റെയും വിമുക്തി മിഷന്റെയും നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പരിപാടി നടന്നു. M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് ALP സ്കൂൾ 125-ാം വാർഷികം ആഘോഷിച്ചു. ജനുവരി 26-ന് വിളംബര ഘോഷയാത്രയോടെ ആരംഭിച്ച ആഘോഷ പരിപാടിയിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടന്നു. എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിലേക്ക് ഉപകരണങ്ങൾ കൈമാറി ജോയ് ആലൂക്കാസ്. വിദഗ്ധ ചികിത്സയ്ക്കായി 50 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് കൈമാറിയത്. തിരുവനന്തപുരം വാഴമുട്ടം തുപ്പനത്തുകാവിൽ 5 വയസ്സുകാരനെ തെരുവുനായ ആക്രമിച്ചു. വാസുദേവിന്റെ വലതുകാലിൽ പരുക്കേറ്റു. ദേശീയ കുഷ്ഠരോഗ വിരുദ്ധ ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രശാന്തൻ നിർവഹിച്ചു. പരിപാടിയിൽ സ്പർശ് ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനവും പോസ്റ്റർ പ്രകാശനവും നടന്നു. പത്തനംതിട്ട ജില്ലാ ജന്തുക്ഷേമ ദ്വൈവാരാചരണം 2026ന്റെ ഭാഗമായി മികച്ച ജന്തുക്ഷേമ പ്രവർത്തകനായി അജാസ് കോന്നിയെ തെരഞ്ഞെടുത്തു. മൃഗസംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തെ സർവീസ് പെൻഷൻകാരെയും ജീവനക്കാരെയും വഞ്ചിച്ച ബജറ്റാണ് സംസ്ഥാന ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ്. പാലക്കാട് മണ്ണാർക്കാട് നടന്ന സമ്മേളനത്തിലാണ് വിമർശനം. 2024-25 വർഷത്തെ മികച്ച അങ്കണവാടി ജീവനക്കാരിക്കുള്ള അവാർഡ് ഒറ്റപ്പാലം അമ്പലപ്പാറ സ്വദേശി VK സത്യഭാമയ്ക്ക് ലഭിച്ചു. അമ്പലപ്പാറ പഞ്ചായത്തിലെ ഗാന്ധി സദൻ അങ്കണവാടിയിലെ ജീവനക്കാരിയാണ് സത്യഭാമ. ശ്രീ അസുരാളൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ തിറ മഹോത്സവം വിവിധ പരിപാടികളോടെ നടന്നു. ആഘോഷവരവ്, താലപ്പൊലി എന്നിവയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. കണ്ണൂർ കല്യാശ്ശേരി KPR ഗോപാലൻ സ്മാരക GHSSലെ വിദ്യാർത്ഥിനികൾക്ക് സൈക്കിൾ വിതരണം ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ CSR ഫണ്ട് ഉപയോഗിച്ചാണ് സൈക്കിൾ വിതരണം ചെയ്തത്. മലപ്പുറം തിരൂരിൽ ഓവുചാലിൽ കുടുങ്ങിയ പശുവിനെ രക്ഷിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് പശുവിനെ പുറത്തെടുത്തത്. കലാഭവൻ മണിയുടെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച മണിനാഥം നാടൻപാട്ട് ജില്ലാതല മത്സരത്തിൽ കണ്ണൂർ ആർട്സ് ഫിയർ ക്ലബ് വിജയികളായി. സംസ്ഥാന യുവജനക്ഷേമ ബോർഡാണ് മത്സരം സംഘടിപ്പിച്ചത്. കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ചിൽ പരിസ്ഥിതി സൗഹാർദ്ദമായ ടൂറിസം പദ്ധതികൾ നടപ്പിലാക്കും. KV സുമേഷ് MLAയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ബീച്ച് സന്ദർശിച്ചു. പദ്ധതികളുടെ പ്രാഥമിക സാധ്യതകളും അടിസ്ഥാന സൗകര്യ വികസനവും സംഘം വിലയിരുത്തി. കണ്ണൂർ പാപ്പിനിശ്ശേരി മേൽപ്പാലം അറ്റകുറ്റപ്പണികൾക്കായി ഫെബ്രുവരി 5 മുതൽ അടച്ചിടും. പാലത്തിന്റെ ഉപരിതലത്തിലെ കുഴികൾ പരിശോധിക്കാൻ നിലവിലെ ടാറിംഗ് മുഴുവൻ ഇളക്കി മാറ്റി മൈക്രോ കോൺക്രീറ്റ് ചെയ്ത് BC ഓവർലേ ചെയ്യും. കണ്ണൂർ തളിപ്പറമ്പ് ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെയും IFFK റീജിയണൽ ഫിലിം ഫെസ്റ്റിവലിന്റെയും സംഘാടക സമിതി യോഗം MLA MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു.
ജനങ്ങളെ ഒന്നാകെ ആകർഷിക്കുന്ന രീതിയിലുള്ള സാംസ്കാരിക മുന്നേറ്റമാണ് തളിപ്പറമ്പിൽ ഉണ്ടാകുന്നതെന്ന് എം വി ഗോവിന്ദൻ. ഇനി പ്രധാന അറിയിപ്പുകൾ. നാഷണൽ ആയുഷ് മിഷന്റെ തിരുവനന്തപുരം ജില്ലയിലെ പദ്ധതികളിൽ സ്പീച്ച് തെറാപ്പിസ്റ്റ്, സൈക്കോ തെറാപ്പിസ്റ്റ് തസ്തികകളിൽ ഒഴിവ്. അഭിമുഖം 12-ന് 10 മുതൽ പൂജപ്പുര ഗവൺമെന്റ് ആയുർവേദ കോളേജ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നടക്കും. തിരുവനന്തപുരം ആര്യനാട് CHCയിൽ LSGD ഡോക്ടറുടെ ഒഴിവ്. തസ്തികയിലേക്ക് ഈ മാസം 5-ന് വൈകിട്ട് 5-ന് മുമ്പായി അപേക്ഷിക്കാം. കുമ്പളം തുറവൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ 4 കുളങ്ങര റെയിൽവേ ഗേറ്റ് ഇന്നു മുതൽ ഈ മാസം 7 വരെ അറ്റകുറ്റപ്പണികൾക്കായി അടയ്ക്കും. വാഹനങ്ങൾ തഴുപ്പ് ഗേറ്റ് വഴി പോകണമെന്ന് അറിയിപ്പ്. പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജിൽ ലെക്ചറർ ഇൻ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ തസ്തികകളിൽ ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 11 മണിക്ക്. എറണാകുളം നോർത്ത് പറവൂർ ഏഴിക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ലാബ് ടെക്നീഷ്യൻ ഒഴിവുണ്ട്. യോഗ്യത DMLT, BSc, MLT. അഭിമുഖം ഈ മാസം 3-ന് ഉച്ചയ്ക്ക് 2 മണിക്ക്. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന 9 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ അടുത്ത അധ്യയന വർഷത്തെ 5ാം ക്ലാസ് പ്രവേശനത്തിന് ഈ മാസം 20 വരെ അപേക്ഷിക്കാം. അപേക്ഷ പട്ടികജാതി വികസന ഓഫീസിൽ നൽകണം. കോട്ടയം ഞീഴൂർ വിശ്വഭാരതി SN ഹയർ സെക്കൻഡറി സ്കൂളിൽ കായികാധ്യാപക തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. BPEd, കേട്ടറ്റ് യോഗ്യത നിർബന്ധം. അഭിമുഖം ഫെബ്രുവരി 4-ന് രാവിലെ 10 മണിക്ക്. തിരുവനന്തപുരം വെള്ളറട കുന്നത്തുകാൽ കൃഷിഭവൻ കേരഗ്രാമം പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. 8 സെന്റ് പുരയിടമുള്ളവർക്കും 5-ൽ കൂടുതൽ തെങ്ങ് കൃഷി ചെയ്യുന്നവർക്കും അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 13. നോക്കാം ദേശീയ വാർത്തകൾ. ഇന്ത്യ അറബ് വിദേശകാര്യമന്ത്രിമാരുടെ 2ാമത് യോഗം ഡൽഹിയിൽ ചേർന്നു. ഇരു കക്ഷികൾക്കുമിടയിലെ സഹകരണവും പങ്കാളിത്തവും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് യോഗം ചേർന്നത്. അറബ് വിദേശകാര്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പഞ്ചാബിൽ ഗുരു രവിദാസിന്റെ 649ാം ജന്മവാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. ജലന്ധർ ജില്ലയിലെ ആദംപൂർ വിമാനത്താവളത്തിന്റെ പേര് ശ്രീ ഗുരു രവിദാസ് ജി വിമാനത്താവളം എന്ന് പുനർനാമകരണം ചെയ്തത് പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്യും. എപ്സ്റ്റീൻ ഫയൽസിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പരാമർശം തള്ളി കേന്ദ്ര സർക്കാർ. പരാമർശം അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം. എപ്സ്റ്റീൻ ഫയൽസിലെ പരാമർശം നാണക്കേടാണെന്ന് കോൺഗ്രസ് വിമർശിച്ചു. ജെഫ്രി എപ്സ്റ്റീനുമായുള്ള ബന്ധം എന്താണെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇന്ന് 50ാമത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം. കോസ്റ്റ് ഗാർഡ് സംരക്ഷിക്കുന്നത് 7500 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള ഇന്ത്യയുടെ തീരദേശം. ആദ്യ ഇന്ത്യൻ വനിതാ ബഹിരാകാശ സഞ്ചാരി കൽപ്പന ചൗള ഓർമ്മയായിട്ട് ഇന്നേക്ക് 23 വർഷം. 40ാം വയസ്സിൽ ബഹിരാകാശ പേടകമായ കൊളംബിയ കത്തിയമർന്നാണ് കൽപ്പന മരിച്ചത്. പട്നയിൽ ലൈംഗികാതിക്രമത്തിനിരയായി നീറ്റ് വിദ്യാർത്ഥി മരിച്ച കേസ് CBI അന്വേഷിക്കും. 8 പേരിൽ നിന്ന് ശേഖരിച്ച DNA സാമ്പിളുകൾ വിദ്യാർത്ഥിനിയുടെ വസ്ത്രത്തിൽ നിന്ന് കണ്ടെത്തിയ തെളിവുകളുമായി പൊരുത്തപ്പെട്ടില്ല. കേസ് ഫെഡറൽ ഏജൻസിക്ക് കൈമാറണമെന്ന് ബീഹാർ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് തീരുമാനം. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് പട്നയിൽ ലൈംഗികാതിക്രമത്തിനിരയായി മരിച്ച നീറ്റ് പരീക്ഷാർത്ഥിയുടെ കുടുംബം CBI അന്വേഷണം വേണമെന്ന നിർദ്ദേശത്തിൽ തൃപ്തരല്ലെന്നും സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഉള്ള ഒരു ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യം. ഇനി രാജ്യാന്തര വാർത്തകൾ. അമേരിക്ക വീണ്ടും ഭാഗിക ഭരണസ്തംഭനത്തിലേക്ക്. മുൻ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ US കോൺഗ്രസ് അംഗീകാരം നൽകാത്തതിനെ തുടർന്നാണ് ഫെഡറൽ ഫണ്ടിങ്ങിൽ തടസ്സം നേരിട്ടത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിക്കുള്ള പുതിയ ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വഴിമുട്ടിയതോടെ സുപ്രധാന വകുപ്പുകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു. ഇസ്രയേൽ ആക്രമണത്തിൽ 31 പലസ്തീനുകൾ കൊല്ലപ്പെട്ടു. ഗസയിൽ വെടിനിർത്തൽ തുടരുന്നതിനിടെയാണ് സംഭവം. ഗസ സിറ്റിയിലെ പോലീസ് സ്റ്റേഷനിലെ വ്യോമാക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ട്. യുക്രൈനിൽ ഭാഗികമായി വൈദ്യുതി മുടങ്ങി. വൈദ്യുതി മുടങ്ങിയത് താപനില -20 ഡിഗ്രി സെൽഷ്യസിൽ തുടരുന്നതിനാൽ അതിർത്തി കടന്നുള്ള വൈദ്യുതി ലൈനുകളിലെ സാങ്കേതിക തകരാറുകളും വൈദ്യുതി മുടങ്ങിയതിന് കാരണമായി. ഇറാനിലെ ബന്ദർബാസ് തുറമുഖത്ത് സ്ഫോടനം. റെസിഡൻഷ്യൽ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സ്ഫോടനം.
താരിഫ് നയങ്ങളെ ന്യായീകരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ തീരുമാനങ്ങൾ ശരിയായിരുന്നു, അമേരിക്ക സാമ്പത്തിക രംഗത്ത് വലിയ തിരിച്ചുവരവ് നടത്തിയെന്നും ട്രംപ്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ സൈനികരും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 70 തീവ്രവാദികളും 10 സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു. ക്വറ്റ, ഗ്വാദർ, മക്രാൻ, ഹബ്, ചാമൻ, നസീറാബാദ് എന്നിവ ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിലാണ് ആക്രമണങ്ങൾ നടന്നത്. എത്യോപ്യയിലെ ടിഗ്രേ മേഖലയിൽ ഡ്രോൺ ആക്രമണം, ഒരാൾ മരിച്ചു. രാജ്യത്തെ പ്രാദേശിക സംഘടനകൾ തമ്മിൽ തർക്കം മുറുകുന്നതിന്റെ സൂചനയാണ് ആക്രമണമെന്ന് റിപ്പോർട്ടുകൾ. ഇസ്രയേലിന് $667 കോടി ആയുധങ്ങൾ നൽകിയ അമേരിക്ക. US കോൺഗ്രസ് അംഗീകരിച്ച ഇടപാടിൽ സൗദി അറേബ്യയ്ക്ക് $900 കോടി ആയുധങ്ങൾ നൽകാനും തീരുമാനമുണ്ട്. 30 അപ്പാഷെ ഹെലികോപ്റ്ററും അനുബന്ധ ഉപകരണങ്ങളുമാണ് ഇസ്രയേലിന് നൽകുന്നത്. നാസയുടെ ചാന്ദ്രദൗത്യമായ ആർട്ടിമിസ് 2-ന്റെ വിക്ഷേപണം 2 ദിവസം വൈകും. നിലവിലെ കാലാവസ്ഥ പ്രകാരം ഫെബ്രുവരി 6-ന് വിക്ഷേപണം സാധ്യമല്ല. ഫെബ്രുവരി 8-നാണ് പ്രതീക്ഷിക്കുന്ന അടുത്ത വിക്ഷേപണ സാധ്യത. നിപ വൈറസ് ഭീഷണിയിൽ ഓസ്ട്രേലിയയിൽ ആശങ്ക. ഇന്ത്യയിൽ നിപ സ്ഥിരീകരിച്ചതിന് പിന്നാലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് അധികൃതർ. ഓസ്ട്രേലിയയിലെ പെർത്തിൽ വൻ നാശം വിതച്ച കാട്ടുതീ. സിഗരറ്റ് കുറ്റിയിൽ നിന്നാണ് തീ പടർന്നത് എന്ന സംശയത്തിൽ പോലീസ്. ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട കൂടുതൽ ഫയലുകൾ പുറത്തുവിട്ട് US നീതിന്യായ വകുപ്പ്. 3 ദശലക്ഷം പേജുകളും 1,80,000 ചിത്രങ്ങളും 2,000 വീഡിയോകളും അടങ്ങുന്ന രേഖകളാണ് ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ പാകിസ്ഥാനും ബംഗ്ലാദേശും. പാക് വിദേശകാര്യമന്ത്രി ഇസ്ഹാഖ് ധാറും ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി മുഹമ്മദ് തൗഹീദ് ഹുസൈനും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. വ്യാപാര സാമ്പത്തിക മേഖലയിലെ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാനും ധാരണയായി. UAE-യുടെ എണ്ണേതര വ്യാപാരം സർവകാല റെക്കോർഡിൽ 3.8 ട്രില്യനായാണ് വ്യാപാരം വർദ്ധിച്ചത്. എണ്ണ കയറ്റുമതിയിലും വലിയ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. UAE-യിൽ പെട്രോൾ, ഡീസൽ വില കുറച്ചു. പെട്രോൾ വിഭാഗങ്ങളിൽ സൂപ്പർ 98-ന് 8 ഫിൽസിന്റെ കുറവാണുണ്ടായത്. 1 ലിറ്ററിന് 2.45 ദിർഹമാണ് പുതിയ വില. 5ാമത് സൗദി മീഡിയ ഫോറം ഫെബ്രുവരി 2-ന് റിയാദിൽ ആരംഭിക്കും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഫോറത്തിൽ 300-ലധികം ആഗോള മാധ്യമ പ്രമുഖർ അണിനിരക്കും. ഒമാന്റെ തലസ്ഥാന നഗരിക്ക് ആഘോഷരാവുകൾ സമ്മാനിച്ചെത്തിയ മസ്കറ്റ് നൈറ്റ്സ് അവസാനിച്ചു. ജനുവരി 1 മുതൽ 31 വരെ 8 വേദികളിലായി അരങ്ങേറിയ ഫെസ്റ്റിവലിൽ ലക്ഷക്കണക്കിന് സന്ദർശകരാണ് എത്തിയത്. ആഗോളതലത്തിൽ ലോഹത്തിന് ക്ഷാമമെന്ന റിപ്പോർട്ടുകൾ. സ്വർണത്തിനും വെള്ളിക്കും ഇനിയും വില കൂടുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. ആഭ്യന്തര വിപണിയിലും സ്വർണവും വെള്ളിയും ലഭിക്കാനില്ലെന്ന് വ്യാപാരികൾ. സിഗരറ്റും പാൻ മസാലയും അടക്കമുള്ള പുകയില ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഉയർന്ന നികുതി ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. 8% GSTയും നഷ്ടപരിഹാര സെസ്സും 40% GSTയിലേക്ക് മാറ്റും. കൂടാതെ പുകയില ഉൽപ്പന്നങ്ങളിലെ എക്സൈസ് തീരുവയും പാൻ മസാലയ്ക്ക് പ്രത്യേക സെസ്സും ചേർക്കും. സൺ ഫാർമയുടെ 3ാം പാദ ഫലങ്ങൾ പുറത്ത്. സംയോജിത അറ്റാദായം 16% വർദ്ധിച്ച് 3,369 കോടി രൂപയായി. വരുമാനത്തിൽ 13% വർധന രേഖപ്പെടുത്തി. ഇന്ത്യൻ ടെക് തൊഴിൽ മേഖലയിൽ നിയമനങ്ങൾ കൂടുന്നു. തൊഴിലവസരങ്ങൾ പ്രതിമാസം 8% വർദ്ധിച്ച് 1,09,000 2025 ഓഗസ്റ്റിന് ശേഷമുള്ള ആദ്യത്തെ ഗണ്യമായ വർധനയാണിത്. കായിക വാർത്തകളിലേക്ക്. 25ാമത് ദുബായ് മാരത്തൺ ഇന്ന് നടക്കും. 4 വിഭാഗങ്ങളിലായാണ് മത്സരം. ദുബായ് മാരത്തൺ നടക്കുന്നതിനാൽ ഇന്ന് മെട്രോ സമയം പുനഃക്രമീകരിച്ചിട്ടുണ്ട്. കലാസാംസ്കാരിക സിനിമാ വാർത്തകളിലേക്ക്. ഫാമിലി ഹൊറർ മിസ്റ്ററി ത്രില്ലർ കൂടോത്രം റിലീസിനൊരുങ്ങുന്നു. മമ്മൂട്ടിയും മോഹൻലാലും ചേർന്നാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ച് നിർവഹിച്ചത്. ഡ്രാഗൺ, ഡ്യൂഡ് എന്നീ ചിത്രങ്ങളിലൂടെ തെന്നിന്ത്യൻ സെൻസേഷനായി മാറിയ താരമായ പ്രദീപ് രംഗനാഥന്റെ പുതിയ സിനിമ എത്തുന്നു. വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്യുന്ന ലവ് ഇൻഷുറൻസ് കമ്പനി ഫെബ്രുവരി 12-ന് റിലീസ് ചെയ്യും. തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ ചിത്രമെത്തും. നോക്കാം ഇനി ഫാക്ട് ചെക്ക്. നിപ വൈറസ് ബാധ ചികിത്സിക്കാൻ ചൈന പുതിയ മരുന്ന് വികസിപ്പിച്ചെന്നും അത് മനുഷ്യരിൽ പരീക്ഷിച്ചെന്നും വാർത്ത പരക്കുന്നുണ്ട്. നിപയ്ക്കെതിരെ BV116 മനുഷ്യരിൽ ഉപയോഗിച്ചതായി റിപ്പോർട്ടില്ല.
ലേറ്റസ്റ്റ് ന്യൂസ്. ബോളിവുഡ് സംവിധായകൻ രോഹിത് ഷെട്ടിയുടെ വീടിന് പുറത്ത് അജ്ഞാതർ വെടിയുതിർത്തു. സംഭവത്തെ തുടർന്ന് പോലീസ് കർശന സുരക്ഷ ഏർപ്പെടുത്തി. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നുവെന്ന് പോലീസ്. രാജ്യത്തെ വികസനത്തിൽ മുൻനിര സംസ്ഥാനമായി ത്രിപുര മാറിയെന്ന് മുഖ്യമന്ത്രി മണിക് സാഹ. വിദ്യാഭ്യാസം, സംസ്കാരം, കായികം എന്നീ മേഖലയിൽ ഉണ്ടായത് മികച്ച മുന്നേറ്റമെന്നും മണിക് സാഹ. എണ്ണ വിതരണക്കാർക്ക് മേലുള്ള ട്രംപിന്റെ തീരുവയെ വിമർശിച്ച ക്യൂബൻ പ്രസിഡന്റ് മിഗുവൽ ഡയസ് കാനൽ ബെർമുഡസ്. തീരുമാനം ക്യൂബയുടെ സമ്പദ് വ്യവസ്ഥയെ ഞെരുക്കാനെന്നും ആരോപണം. മട്ടൺ സ്റ്റീക്കിന് പകരം ബീഫ് വിളമ്പെന്ന ബംഗാളി നടനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ സായക് ചക്രവർത്തിയുടെ പരാതിയിൽ കൊൽക്കത്തയിലെ പാർക്ക് സ്ട്രീറ്റിലുള്ള പ്രശസ്തമായ ഒളി പബ്ബിലെ വെയിറ്ററെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഷെയ്ഖ് നസറുദ്ദീൻ എന്ന വെയിറ്ററാണ് അറസ്റ്റിലായത്. ഇപ്പോൾ കിട്ടിയത്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ 700 കാട്ടുപന്നികളെ കൊന്നതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ്. 2025 മെയ് 31 മുതൽ നാളിതുവരെയുള്ള കണക്കാണ്. KSRTC ബജറ്റ് ടൂറിസം സെല്ലിന് മികച്ച നേട്ടം. 2023-24 സാമ്പത്തിക വർഷത്തിൽ 23 കോടി രൂപയായിരുന്ന വാർഷിക വരുമാനം 2024-25 കാലയളവിൽ 43 കോടി രൂപയായി ഉയർന്നു. ഒമാൻ ഇന്ത്യൻ സ്കൂൾ ബോർഡിലെ ഫണ്ട് വിവാദം. പരാതിയുമായി രക്ഷിതാക്കൾ എംബസിയിലെത്തി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.